വർഷങ്ങൾക്ക് മുൻപ് കാണാതായവർ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. ഒരുപാട് വർഷങ്ങൾ കാത്തിരിപ്പിനൊടുവിൽ കണ്ടുകിട്ടിയ പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ 30 വർഷങ്ങൾക്ക് മുൻപ് 7ാം വയസ്സിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട മകൻ തിരിച്ചു വന്ന സന്തോഷത്തിലായിരുന്നു ഗാസിയാബാദിലെ ഒരു കുടുംബം. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ വെളിപ്പെട്ടതോ വഞ്ചനയുടെയും തട്ടിപ്പിന്റെയും കഥയാണ്. കാണാതായ മകൻ എന്ന പേരിൽ കുടുംബവുമായി ഒത്തുചേർന്നത് തട്ടിപ്പ് വീരനെന്ന് പോലീസ് കണ്ടെത്തി. ഇന്ദ്രജ് അഥവാ രാജു എന്ന രാജസ്ഥാൻ സ്വദേശിയെയാണ് ഗാസിയാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിൽ ബന്ധം സ്ഥാപിച്ച് വീടുകളിൽ കയറിക്കൂടി മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്നും പോലീസ് പറയുന്നുണ്ട്. 1993 7 വയസ്സുള്ളപ്പോൾ ആരോ തട്ടിക്കൊണ്ടുപോയ കുട്ടിയാണ് താനെന്നും കുടുംബത്തെ കണ്ടെത്താൻ സഹായിക്കണമെന്നും പറഞ്ഞ് ഇയാൾ പോലീസിനെ സമീപിച്ചു. തുടർന്ന് ഇയാളെക്കുറിച്ച് പോലീസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചു. പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഗാസിയാബാദിലെ ഒരു കുടുംബം തങ്ങളുടെ കാണാതായ മകനെന്ന് തെറ്റിദ്ധരിച്ച് ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒത്തുചേരലിനെ കുറിച്ച് അന്ന് മാധ്യമങ്ങളോട് രാജു വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാൽ മറ്റിടങ്ങളിൽ നിന്ന് ഇയാളുമായി ബന്ധം സ്ഥാപിച്ച് പലരും എത്തിയതോടെ സംശയം തോന്നിയ കുടുംബം പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് രാജുവിനെ DNA പരിശോധനയ്ക്ക് വിധേയനാക്കി കാണാതായ കുട്ടിയല്ല ഇയാളെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. രാജസ്ഥാൻ സ്വദേശിയായ ഇയാൾ 2005 സമാന രീതിയിൽ കയറിപ്പറ്റിയ കുടുംബത്തിലും ബന്ധുക്കളുടെ വീട്ടിലും മോഷണം നടത്തി. 9ഓളം വീടുകളിൽ വിവിധ പേരുകളിൽ കഴിഞ്ഞും തട്ടിപ്പ് നടത്തി. 2021 അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു ഇയാളെ. ഇത് ഇയാളുടെ പതിവ് രീതി തന്നെ. മോഷണത്തിന്റെ പല രീതികളും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇത്തരമൊരു മോഷണ രീതി ഇത് വേറിട്ട രീതിയാണ്. ഒരു കുടുംബത്തിൽ കയറിപ്പറ്റി ആ കുടുംബത്തിലെ അംഗത്തെ പോലെ പെരുമാറി പിന്നീട് ആ കുടുംബത്തിലെ ആഭരണങ്ങളും പണങ്ങളും മോഷ്ടിക്കുക, തുടർന്ന് കടന്നു കളയുക. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും. പോലീസ് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ വന്നു. അവൻ ഏത് പ്രദേശത്താണ് എന്ന് പറയാൻ കഴിഞ്ഞില്ല. അവന്റെ കഷ്ടപ്പാടുകൾ കേട്ട ഞങ്ങൾ ഒരു ടീം രൂപീകരിച്ച് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. സോഷ്യൽ മീഡിയ വഴി അവനെ അറിഞ്ഞതിനു ശേഷം നിരവധി കുടുംബങ്ങൾ ഞങ്ങളെ ബന്ധപ്പെട്ടു. അവരിൽ ഒരാളായ തുലാറാമിന്റെ കുടുംബവും ഞങ്ങളെ ബന്ധപ്പെട്ടു. അവൻ ഉടൻ തന്നെ തന്റെ കുടുംബാംഗങ്ങളെ തിരിച്ചറിഞ്ഞു. അവൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി വീണ്ടും ഒന്നിച്ചു. കൂടുതൽ അന്വേഷണം നടക്കുന്നു. ഉപാധ്യായ ANIയോട് ഇങ്ങനെയാണ് പറഞ്ഞത്. അതേസമയം കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്.